ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നതും ഹൗ ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഫ്രം റേഷ്യോസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് 2 പ്രോബ്ലം നമ്മൾ ചെയ്യും. നാളെ ഇതിനെ കുറച്ച് എക്സസൈസ് ഞാൻ തരും നാളെ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഈ ആഴ്ച കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. Using the following data, complete the balance sheet given below. Gross profit 54,000, shareholders fund 6 lakh, gross profit margin 20%, fixed assets turnover 0.3 times, then inventory turnover 4 times, average collection period 20 days, current ratio 1.8, long term equity 40%. അപ്പം നമ്മളോട് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് തന്നിരിക്കുകയാണ്. ഇത്രയും ഐറ്റംസാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ലോങ് ടേം ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്, ക്യാഷ്, ഡെറ്റേഴ്സ്, ഇൻവെൻട്രി, ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് തുടങ്ങാവുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് തുടങ്ങാവുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സെയിൽസിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമുക്ക് സ്റ്റോക്കിലേക്ക് നമുക്ക് പോവാം, പിന്നെ ഡെറ്റേഴ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 54,000 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ സെയിൽസ്, നമ്മൾ ആദ്യം സെയിൽസ് ആണ് കാണാൻ പോകുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് 54,000 ഇൻറ്റു 100/20 തിരിച്ചിട്ട് ഗുണിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയോ തുക ആയ സെയിൽസിൻ്റെ 20% ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ആ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 54,000 ആണ്. അപ്പോൾ 54,000 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന തുകയുടെ 20% ആണ്. അപ്പോൾ നമ്മൾ എക്സ് കാണാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കുന്നു. 54,000 ഇൻറ്റു 100/20. അപ്പോൾ നമുക്ക് സെയിൽസ് കിട്ടി. എത്രയാണ് സെയിൽസ്? 2,70,000. അപ്പോൾ ആ സെയിൽസിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ്? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്രയാണ് സെയിൽസ്? ഇപ്പോൾ നമ്മൾ കണ്ട 2,70,000. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? തന്നിട്ടുണ്ട് 54,000. അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 2,16,000. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിലേക്ക് പോവാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 4 times ആണ്. അപ്പോൾ 4 times എന്ന് പറയുന്നത് അതെങ്ങനെ? ITR ഈക്വൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് 2 കാര്യം അറിയാം. ടേൺ ഓവറും അറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അറിയാം. നമുക്ക് ഏത് കാണാം? സ്റ്റോക്ക് കാണാം. അപ്പോൾ 4 ഈക്വൽസ് 2,15,000 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്ക് ഈക്വൽസ് 2,16,000 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 54,000. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഓരോ ക്വസ്റ്റ്യനിലും ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഓപ്പണിംഗ് ചെയ്യാൻ, ഓപ്പണിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് തന്നാൽ നമുക്ക് എന്ത് കാണാം? സെയിൽസ് കാണാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം, ഡെറ്റേഴ്സ് കാണാം. അപ്പോൾ സ്റ്റോക്ക് കാണാം. സ്റ്റോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡെറ്റേഴ്സിൻ്റെ ആവറേജ് കളക്ഷൻ പീരീഡ് ഉണ്ട്, 20 days ആണ്. അപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് ഈക്വൽസ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 360. ഇതാണ് ആവറേജ് കളക്ഷൻ പീരീഡ് ഈക്വൽസ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 360. അപ്പോൾ 20 days ഈക്വൽസ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ സെയിൽസ് എത്രയാണെന്ന് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ സെയിൽസും ക്രെഡിറ്റ് സെയിൽസും അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 20 days ഈക്വൽസ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2,70,000 ഇൻറ്റു 100 ഇൻറ്റു അതിൻ്റെ 360 ഉണ്ട്, ഇൻറ്റു 360. അപ്പോൾ 360 ഇൻറ്റു 360. അപ്പോൾ നമ്മൾ അത് വരുന്ന സമയത്ത് 2,70,000 ഇൻറ്റു 20/360. 20/360. അപ്പം ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 15,000 ആണ്. ഡെറ്റേഴ്സ് 15,000. ഇനി നമുക്ക് ടോട്ടൽ അസറ്റ്സ് കാണാം. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ്സ് ടേൺ ഓവർ എന്താണ് തന്നിരിക്കുന്നത്? അസറ്റ്സ് ടേൺ ഓവർ 0.3 ആണ്. അപ്പം അസറ്റ്സ് ടു ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസാണ്. അപ്പോൾ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്താണ്? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ 0.3 ഈക്വൽസ് 2,70,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഈക്വൽസ് 2,70,000 ഡിവൈഡഡ് ബൈ 0.3. അപ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ്സ് കിട്ടി. എത്രയാണ്? 9 lakh.
ഇനി നമ്മൾ ലോങ് ടേം ഡെറ്റ് കാണുകയാണ്. ലോങ് ടേം ഡെറ്റ് ടു ഇക്വിറ്റി. ലോങ് ടേം ഡെറ്റ് ടു ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഇൻറ്റു 100. അപ്പോൾ 40% എന്ന് പറയുന്നത് 40% ആണ്. 40% ഈക്വൽസ് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ 6 lakh. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റ് ഈക്വൽസ് 6 lakh ഇൻറ്റു 40/100 എത്രയാണ്? 2,40,000. ഇനി അടുത്ത് നമുക്ക് ക്രെഡിറ്റേഴ്സ് കാണാം. അപ്പം ക്രെഡിറ്റേഴ്സ് കാണുക എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ചില അസംഷനിലേക്ക് പോകണം. ടോട്ടൽ അസറ്റ്സ് ഈക്വൽസ് ടോട്ടൽ ലയബിലിറ്റി. ഇപ്പോൾ ടോട്ടൽ ലയബിലിറ്റി 9 lakh ആണ്. ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്? 9 lakh ആണ്. അപ്പോൾ ആ ടോട്ടൽ ലയബിലിറ്റി 9 lakh. അപ്പോൾ ടോട്ടൽ ലയബിലിറ്റി ഈക്വൽസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ഡെറ്റ് പ്ലസ് ക്രെഡിറ്റേഴ്സ്. ഇതാണ് പിന്നെ ടോട്ടൽ ലയബിലിറ്റി എന്തൊക്കെ പെടും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പെടും, ലോങ് ടേം ഡെപ്റ്റ് പെടും, ക്രെഡിറ്റേഴ്സ് പെടും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് കാണാനായിട്ട് ടോട്ടൽ ലയബിലിറ്റിയിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ലോങ് ടേം ഡെപ്റ്റും മൈനസ് ചെയ്യാം. എന്തൊക്കെ മൈനസ് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ലോങ് ടേം ഡെപ്റ്റും. അപ്പോൾ 9 lakhൽ നിന്നും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ടുള്ള 6 lakhും ലോങ് ടേം ഡെപ്റ്റ് ആയിട്ടുള്ള 2,40,000 മൈനസ് ചെയ്താൽ ലയബിലിറ്റി സൈഡിൽ പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ ക്രെഡിറ്റേഴ്സ് നമുക്ക് കിട്ടും. അപ്പം ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു അസംഷനാണ്. പിന്നെ ടോട്ടൽ അസറ്റ്സ് ഈക്വൽസ് ടോട്ടൽ ലയബിലിറ്റി. അപ്പോൾ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് 9 lakh ആണ്. ആ 9 lakhൽ 3 items ആണ് എന്തൊക്കെ? പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഉണ്ട്, ലോങ് ടേം ഡെപ്റ്റ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 9 lakhൽ നമുക്ക് അറിയാവുന്ന 2 ഫിഗർ ഉണ്ട്. എന്തൊക്കെയാണ് 2 അറിയാവുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സും അറിയാം, ലോങ് ടേം ഡെപ്റ്റും അറിയാം. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സും ടോട്ടൽ ലയബിലിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റേഴ്സ് കിട്ടും. ഇനി ക്യാഷ്, നമുക്ക് ക്യാഷ് കാണുന്ന സമയത്ത് നമുക്ക് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈക്വൽസ് 1.8. അപ്പോൾ കറണ്ട് ലയബിലിറ്റി നമുക്ക് കിട്ടി. എത്ര കറണ്ട് ലയബിലിറ്റി? 60,000 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരിക? കറണ്ട് അസറ്റ്സ് ഈക്വൽ 60,000 ഇൻറ്റു 1.8 എത്രയാണ് വരിക? 1,08,000. അപ്പോൾ ക്യാഷ് ഈക്വൽസ് 1,08,000 മൈനസ് എന്താണ്? 15,000 ആയിട്ടുള്ള പിന്നെ ഡെറ്റേഴ്സിനെയും 54,000 ആയിട്ടുള്ള സ്റ്റോക്കിനെയും നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യുക? ഡെറ്റേഴ്സും സ്റ്റോക്കും മൈനസ് ചെയ്യുക. അപ്പോൾ 1,08,000 നിന്നും 15,000 54,000 മൈനസ് ചെയ്താൽ നമുക്ക് ക്യാഷ് എത്ര എന്ന് കിട്ടും? 39,000 എന്ന് കിട്ടും. അപ്പം ഫിക്സഡ് അസറ്റ്സ് ഈക്വൽസ് ടോട്ടൽ അസറ്റ്സ് മൈനസ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റും ചേർന്നാണ്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് 9 lakh ആണ്. അതിൽ കറണ്ട് അസറ്റ് എത്രയാണ്? 1,08,000 ആണ്. സ്വാഭാവികമായും ടോട്ടൽ അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ്സ് എത്രയായിരിക്കും? 7,92,000. അപ്പോൾ നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത് എവിടെ തുടങ്ങണം എന്നുള്ളതിനകത്ത് ചില കൺഫ്യൂഷൻ വരും. ഇപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്, ഇവിടെ കറണ്ട് റേഷ്യോ നമ്മൾ ലാസ്റ്റ് ആക്കണ്ട. എന്താ കാരണം? നമുക്ക് കറണ്ട് റേഷ്യോ കാണേണ്ട ഒരു ഫിഗർ നമുക്ക് ലഭ്യമല്ല. വർക്കിംഗ് ക്യാപിറ്റലൊക്കെ തരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ എന്താ ആരംഭിച്ചു? നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ ആരംഭിച്ചിട്ട് ഡെറ്റേഴ്സ് കണ്ടിട്ട് സ്റ്റോക്ക് കണ്ടിട്ട് കറണ്ട് ലയബിലിറ്റി കണ്ടിട്ടാണ് നമ്മൾ എന്തിലേക്ക് വന്നത്? കറണ്ട് റേഷ്യോയിലേക്ക് വന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റെപ്പും നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. You are required to prepare a balance sheet from the following data. Current ratio 1.4, liquid ratio 1.0, stock turnover ratio 8 based on closing stock, gross profit ratio 20%, debt collection period 1.5 months, reserves and surplus to capital 0.6, fixed assets to turnover 1.6, capital gearing ratio 0.5, fixed assets to net worth 1.25, sales for the year 10 lakh. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ കറണ്ട് റേഷ്യോയിൽ ആരംഭിക്കാവുന്ന ഫിഗേഴ്സ് ഒന്നും നമുക്ക് ഓപ്പണിങ്ങിൽ ലഭ്യമല്ല. എന്നാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, സെയിൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുന്നു? കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് പോകുന്നു. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ 8 lakh ആണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കാണാനായിട്ട് സാധിക്കും? സ്റ്റോക്ക് കാണാൻ സാധിക്കും. സ്റ്റോക്ക് ടേൺഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ് സ്റ്റോക്ക് ടേൺഓവർ റേഷ്യോ? 8 ആണ്. സ്റ്റോക്ക് ടേൺഓവർ റേഷ്യോ 8. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ എന്താണ്? പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽസ് 8 lakh ഡിവൈഡഡ് ബൈ 8. സ്റ്റോക്ക് ടേൺഓവർ റേഷ്യോ 8. അപ്പോൾ 1 lakh.
അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കാണാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കാണുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ലിക്വിഡ് റേഷ്യോ, കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓപ്പണിങ്ങിലേക്ക് പോവാണ്. കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോ തമ്മിൽ വ്യത്യാസം എന്താണ്? കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്ക് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ലിക്വിഡ് അസറ്റ്സ്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്സ്. അപ്പം നമ്മൾ 1.4x മൈനസ് 1x, അതാണ് 0.4x ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക്. അപ്പോൾ പിന്നെ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 1 lakh ഡിവൈഡഡ് ബൈ 0.4, 1 lakh ഡിവൈഡഡ് ബൈ 0.4. അപ്പോൾ എത്രയെന്ന് കിട്ടും? 2,50,000 എന്ന് കിട്ടും. 2,50,000. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലിക്വിഡ് അസറ്റ് 2,50,000 ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റിയും എത്ര തന്നെ ആയിരിക്കും? 2,50,000. എന്താ കാരണം? 2,50,000 ഡിവൈഡഡ് ബൈ 2,50,000 ആണ് 1. അപ്പോൾ ലിക്വിഡ് അസറ്റ്സ് 2,50,000 ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസും എത്രയായിരിക്കും? 2,50,000 ആയിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടി. എങ്ങനെയാണ് കറണ്ട് അസറ്റ് കിട്ടിയത്? ലിക്വിഡ് അസറ്റ്സിൻ്റെ കൂടെ സ്റ്റോക്ക് 1 lakh ആഡ് ചെയ്തപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് 3,50,000 എന്ന് കിട്ടി. എത്ര കിട്ടി? 2 lakh. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്? പിന്നെ 1 lakh ഇൻറ്റു 1.4 ഡിവൈഡഡ് ബൈ 0.4, കറണ്ട് ലയബിലിറ്റീസ് ഇൻറ്റു 1.4 ഡിവൈഡഡ് ബൈ 0.4. അപ്പോൾ കറണ്ട് അസറ്റ് കിട്ടി 3,50,000. കറണ്ട് ലയബിലിറ്റീസ് 1 lakh പിന്നെ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 0.4, 2,50,000. അത് ആൾട്ടർനേറ്റീവ് വേയിൽ കാണാവുന്നതാണ്. പണ്ട് നേരത്തെ നമ്മൾ ചെയ്ത ഈ മെത്തേഡ് എല്ലാം വേണം ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ലിക്വിഡ് അസറ്റ്സ് ഈക്വൽസ് കറണ്ട് ലയബിലിറ്റീസ്. ഇപ്പോൾ ലിക്വിഡ് റേഷ്യോ 1 ആണ്. അപ്പോൾ ലിക്വിഡ് അസറ്റ്സ് 2,50,000 ആകുമ്പം കറണ്ട് ലയബിലിറ്റീസ് എത്ര തന്നെയായിരിക്കും? 2,50,000 ആയിരിക്കും. അപ്പോൾ ലിക്വിഡ് അസറ്റ്സിൻ്റെ കൂടെ സ്റ്റോക്ക് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ് കിട്ടും. ഇനി നമുക്ക് ഡെറ്റേഴ്സ് കാണാം. ഡെറ്റ് കളക്ഷൻ പീരീഡ് 1.5 ആണ്. ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12. ഡെറ്റേഴ്സ് ഈക്വൽസ് 1.5 ഡിവൈഡഡ് ബൈ ഈക്വൽസ് ഡെറ്റേഴ്സ് ഇൻറ്റു ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 12. 10 lakh ആണ് സെയിൽസ്. അപ്പോൾ 1.5 ഈക്വൽസ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 12 ഇൻറ്റു 1.5 മീൻസ് മന്ത്സ് ആണ്. അപ്പോൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഡേയ്സ് ആയിരിക്കും. അപ്പോൾ ഡെറ്റേഴ്സ് ഈക്വൽസ് 10 lakh ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്ര കിട്ടും? 1,25,000 നമുക്ക് എന്ത് കിട്ടും? ഡെറ്റേഴ്സ് കിട്ടും. ഇനി നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് ആണ്. ലിക്വിഡ് അസറ്റ്സ് നമുക്ക് അറിയാം. അപ്പോൾ ലിക്വിഡ് അസറ്റ്സ് മൈനസ് ഡെറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് ആൻഡ് ബാങ്ക്. അപ്പോൾ ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ലിക്വിഡ് അസറ്റ്സ് ആർ ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ 2,50,000 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? ഡെറ്റേഴ്സ് മൈനസ് ചെയ്യുന്നു. എത്രയാണ് ഡെറ്റേഴ്സ്? 1,20,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് എത്ര എന്ന് കിട്ടി? 1,25,000. ഇനി ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ടു ടേൺ ഓവർ. നമുക്കറിയാം ടേൺ ഓവർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സെയിൽസ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്സ് ഈക്വൽസ് 1.6. അപ്പം ഫിക്സഡ് അസറ്റ്സ് ഈക്വൽസ് 8 lakh ഡിവൈഡഡ് ബൈ പിന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് പിന്നെ ഡിവൈഡഡ് ബൈ 1.6. അപ്പോൾ എത്ര കിട്ടിയ ഫിക്സഡ് അസറ്റ്സ്? 5 lakh. ഇപ്പോൾ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ്വർത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.25. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫിക്സഡ് അസറ്റ് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് കാണാം? നെറ്റ്വർത്ത് കാണാം. അപ്പം 5 lakh ഡിവൈഡഡ് ബൈ നെറ്റ്വർത്ത് ഈക്വൽസ് 1.25. സോ നെറ്റ്വർത്ത് ഈക്വൽസ് 5 lakh ഡിവൈഡഡ് ബൈ 1.25. അപ്പോൾ എത്രയാണ്? 4 lakh. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, റിസർവ്സ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ 0.6 ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ 0.6 ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റലും ഈ പറയുന്ന പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസും എല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ നെറ്റ്വർത്ത്. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ ഈസ് 0.6. ഇഫ് ക്യാപിറ്റൽ ഈസ് എക്സ്, reserves will be 0.6x and net worth will be 1.6x. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ് ആണ്, റിസർവ്സ് എക്സ് മീൻസ് 1x, റിസർവ്സ് മീൻസ് അതിൻ്റെ 0.6, അതിൻ്റെ 60%. ഇപ്പോൾ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇത് മൊത്തം ചേർന്ന 1.6 ആണ്. അപ്പോൾ 4 lakh എന്ന് പറയുന്നത് 4 lakh ഈക്വൽസ് എക്സ് പ്ലസ് 0.6x. എക്സ് മീൻസ് 1x. അപ്പോൾ x ഈക്വൽസ് 4 lakh ഡിവൈഡഡ് ബൈ 1.6. അപ്പോൾ എത്രയാണ്? 2,50,000. ഇതൊക്കെ നമ്മൾ സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ
4 lakh ഡിവൈഡഡ് ബൈ 1.6 2,50,000 ക്യാപിറ്റൽ. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ ക്യാപിറ്റലിൻ്റെ 0.6 ആണ്. 0.6 2,50,000 0.6 1,50,000. ഇനി ലോങ് ടേം ഡെറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇതാണ് ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ 0.5 ഈക്വൽസ് ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ 2,50,000 പ്ലസ് 1,50,000. അപ്പോൾ ലോങ് ടേം ഡെറ്റ് ഈക്വൽസ് 2 lakh. അപ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് ആയി. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഓരോ കണക്കുകളായിട്ട് നിങ്ങൾ ചെയ്യാം. അത് ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രമേ അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഏത് പാറ്റേണിൽ വന്നാൽ എവിടെ തുടങ്ങണം? ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും സെയിൽസും തന്നാൽ നമ്മൾ എവിടെ തുടങ്ങണം? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തന്ന് വർക്കിംഗ് ക്യാപിറ്റലും തന്നാൽ എവിടെ തുടങ്ങണം? ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യാം. അതിനുശേഷം നിങ്ങളിത് ചെയ്ത് പഠിക്കുക. നാളെ ഇതിൻ്റെ കുറച്ച് അസൈൻമെൻറ്റുകൾ ഞാൻ തരുന്നതായിരിക്കും. എല്ലാവരും ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.